ഇതാണ് നമ്മുടെ ഗ്രോമറ്റ് വാഷർ. ഈ വാഷറിന് രണ്ട് സൈഡുണ്ട്. ഇത് ഒരു സ്റ്റെപ്പ് പോലുള്ളൊരു സ്ഥലമുണ്ട്, ഇത് പ്ലെയിനായിട്ടുള്ള സ്ഥലമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ വാഷർ ഇട്ടിട്ട് നമ്മുടെ പോട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ് ഉള്ള ആ ഒരു പോർഷൻ നമ്മുടെ ഈ പോട്ടിനകത്ത് പോകണം, ഇൻസൈഡ് പോകണം. പ്ലെയിനായിട്ടുള്ളത് പുറത്തേക്ക് ഇരിക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് ഉള്ളത് പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് കയറ്റുമ്പോൾ ഇത് സ്റ്റക്കാവും. നേരെ മറിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പൈപ്പ് അങ്ങ് പോകും. അപ്പോൾ ഈ ഗ്രോമറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട്, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇത് ഇട്ടിട്ട് ഇങ്ങനെ തള്ളിന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രോമറ്റ് ഫിറ്റായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടുന്ന ഒരു ശകലം ഓയിലെടുത്തിട്ട് ഇതിൻ്റെ അകത്തൊന്നിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മളിതിനെ കണക്ട് ചെയ്യുന്നത് 20 mm ബ്ലാക്ക് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 20 mm പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പൈപ്പ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പം ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്യണം. ഇതൊരു ചെറിയ ഡിഗ്രിയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ഇതങ്ങ് കയറിപ്പോകും. ഒരു ഡിഗ്രിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശകലം എണ്ണ ഇവിടെ ഇങ്ങനെ തേക്കുക. ഇതിപ്പോൾ ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഡിഗ്രിയിൽ ഒരു ശകലം ഇങ്ങനെ ഡിഗ്രിയിൽ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിനൊക്കെ കയറി. ഇത് ഇങ്ങനെ വെച്ച് ഒന്ന് ജസ്റ്റ് ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് കണക്റ്റഡായി. ഇത് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ അടുത്ത ട്രേ ഇവിടെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇത്രയും പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ 20 mm സോക്കറ്റ് കിട്ടും. ഇവിടെ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യുക. അതുപോലെ അടുത്ത പോട്ടിൻ്റെ ഇവിടെ ഒരു സോക്കറ്റ് കണക്ട് ചെയ്തിട്ട് ഇതുപോലൊരു പൈപ്പ് എടുത്ത് കട്ട് ചെയ്ത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്താൽ മതി. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ റെക്കോർഡിംഗ് അല്ലേ? അതുപോലെ നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ രണ്ടിടത്ത് ഇതുപോലെ ഹോൾ കൊടുത്ത് ഈ ഒരു പൈപ്പ് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ എൻഡ് ക്യാപ്പ് വന്നിട്ടുണ്ട്. ഈ എൻഡ് ക്യാപ്പ് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്കൂടെ വെള്ളം പോകത്തില്ല. എപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ പൈപ്പ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു കോർണറിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ഇടുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈനിൽ വന്നു, ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൈപ്പ് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു എൽബോ ഉപയോഗിച്ചിട്ട് ആ എൽബോയിലൂടെ ഇപ്പുറത്തേക്കുള്ള ലൈൻ കണക്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെൽഫ് വാട്ടറിങ് കൺവെർട്ടറാണ്. അതായത് ഏതൊരു സാധാരണ ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ നമുക്ക് സെൽഫ് വാട്ടറിങ് പോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ അകത്ത് ഇതുപോലൊരു ഷീറ്റ് കൊടുത്ത് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു തിരുതന സിസ്റ്റം ചെയ്തിരിക്കുകയാണ്. നമുക്ക് സാധാരണ ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ തിരുതനയാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് 3 ലിറ്റർ വെള്ളമുണ്ട്. അതുപോലെ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എൻഡ് ക്യാപ്പ് വെച്ചിട്ട് ഇത് അടയ്ക്കുമ്പോഴത്തേന് ഇവിടെ സ്റ്റോപ്പാവും. അതുപോലെ അടുത്ത പോട്ടിലേക്ക് ഇതിനകത്ത് നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിപ്പോൾ സിംഗിൾ പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു സിംഗിളായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൂടെ വെള്ളവും വളവും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വെള്ളവും വളവും കൊടുക്കാൻ പറ്റും. വെള്ളവും വളവും കൊടുത്തതിന് ശേഷം ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് അടച്ചു കഴിയുമ്പോഴത്തേന് ഇത് സെൽഫ് വാട്ടറിങ് കൺവേർട്ടറായി. ഇപ്പോൾ നമുക്ക് മുളകൊക്കെ നല്ല രീതിയിൽ പൂത്ത് വരുന്നുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞ ഒരു വട്ടം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 20-25 ദിവസം വരെ വെയിലിൻ്റെ ലഭ്യത അനുസരിച്ചാണ് നമ്മൾ 20-25 ദിവസമൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് 25 ദിവസം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ടോപ്പ് ഉള്ള അത്രയും ദിവസം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഇതും ഒരു വെർട്ടിക്കൽ സിസ്റ്റമാണ്. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കൊരു 50 വെജിറ്റബിൾസോളം നമുക്ക് നടാൻ പറ്റും. പച്ചമുളകും വഴുതനങ്ങയും എല്ലാം. ഈ വഴുതനങ്ങയൊക്കെ നട്ടത് പൂത്ത് ഇതിൻ്റെ കാ വന്നു തുടങ്ങി. കാണിച്ചു കൊടുത്തേ കണ്ടോ? ഇതിൻ്റെ കാ വന്നു തുടങ്ങി. അതുകൊണ്ട് ഇവിടെയൊക്കെ കാ പിടിച്ചു. അതുപോലെ ഏറ്റവും താഴെ നട്ടിരിക്കുന്ന തക്കാളിയാണ്. പച്ചമുളക് നട്ടിട്ടുണ്ട്. നമുക്കൊരു 40-45 വെജിറ്റബിൾസ് നമുക്ക് ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിടെ ആവശ്യാനുസരണം നമുക്ക് ഹൈറ്റ് ഒരു 10 എണ്ണം വരെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ സ്ട്രോബെറി പ്ലാന്റ്.
ഈ സ്ട്രോബെറിക്കകത്തും നിറച്ച് കായാണ്. ഇപ്പോൾ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഫുള്ള്. ഇതിനകത്തെല്ലാം ഇഷ്ടം പോലെ കായുണ്ട്. അതുപോലെ ഇത് നമ്മുടെ മണി പ്ലാന്റ് നട്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് വെജിറ്റബിൾസോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റുകളോ ചെടികളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നടാൻ പറ്റും. ഇതുപോലെ സ്റ്റാൻഡ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കൊക്കെ കുറച്ചൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളത് നിൽക്കുകയാണ്. അത് നല്ല നല്ല സൈസിലാണ് നമുക്കിത് കിട്ടുന്നത്. തക്കാളിയൊക്കെ നിറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കുറേയൊക്കെ വിളവെടുത്തതാണ്. എടുത്തതിന് ശേഷമുള്ള അതാണ്. ഇത് വെണ്ടയ്ക്കയൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിനൊക്കെ എൻ്റെ പകുതി ഒരു ചെടിച്ചട്ടിയുടെ ഒരു 40% മാത്രമാണ് മണ്ണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അധികം മണ്ണ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. 2 രീതിയിലുള്ള ക്യാബേജാണ് നട്ടിരിക്കുന്നത്. ഒരു ബ്ലൂ കളറിലുള്ളതും പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീൻ കളറിലുള്ളതും.